ഇതൊരു സ്പെഷ്യൽ ഓഫറാണ്. വഫ ഹുസൈനുള്ള ഒരു സ്പെഷ്യൽ ഓഫർ. നിങ്ങളത് തെളിയിച്ചാൽ 5 ലക്ഷം റൊക്കം അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് തരും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ അത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ പേരിൽ നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോടാ താൻ എന്ന ചോദ്യമായിട്ട് വന്നാൽ ആ പരിപ്പ് ഇവിടെ വേവില്ല. ഇതൊക്കെ ഈ കുളമൊക്കെ കുറെ ചാടിയതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ എടുക്ക മാട്ടെ. അപ്പൊ ഈ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 30,000 ആള് കൊല്ലുന്നതിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചത് അത് ഹമാസ് ആണോ ഇസ്രായേലാണോ? ഒരു കള്ളപ്പട്ടണി സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഫ്ലാഗും ബാക്കിൽ വെച്ചിട്ട് ജനസൈഡ് നടത്തിയ ഈ ഒരു കൺട്രീനെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അദ്ദേഹം സംഖ്യയായിരിക്കും, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി ഇല്ലാത്ത ആളായിരിക്കും. ആരിഫ് ഹുസൈൻ ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരാളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് ഹി ഹാസ് എ ക്ലിയർ പൊളിറ്റിക്കൽ അജണ്ട. അദ്ദേഹത്തിന്റെ പല വീഡിയോസും ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പോലും എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് ഒക്കെ പ്രൊപ്പഗണ്ട വീഡിയോസ് ആണ്. ചില ന്യൂസ് എല്ലാം ഡീബങ്ക് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നു ഇവിടെ ഫെമിൻ ഇല്ല, ഇവിടെ സ്റ്റാവേഷൻ ഇല്ല, കുട്ടികൾ മരിച്ചത് ഇങ്ങനെ കാര്യം ഡിസീസ് വന്നിട്ടാണെന്നൊക്കെ പറയുന്ന പല വീഡിയോസും ഉണ്ട്. 1-2 ഡീബങ്ക് ചെയ്ത ന്യൂസ് എടുത്തിട്ട് ഇത്രയും മോർ ദാൻ 60,000 ആൾക്കാർ 2 വർഷമായിട്ട് ഗാസയിൽ മരിച്ചു വീണിട്ടുണ്ട്. അതിൽ 80% ആൾക്കാരും സിവിലിയൻസ് ആണ്. ഹമാസിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഇസ്രയേൽ നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അതിൽ മരിച്ചു വീണ 19,000 അബവ് കുട്ടികളെ പറ്റിയിട്ടോ സിവിലിയൻസിനെ പറ്റിയിട്ടോ ഒരു ധാരണയും ഇല്ലാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഇനി ചിലപ്പം കുറെ കഴിഞ്ഞാൽ അദ്ദേഹം പറയുമായിരിക്കും അവിടെ യുദ്ധമേ നടന്നിട്ടില്ല, ഒരു ബോംബ് പോലും ഇസ്രായേൽ പൊട്ടിച്ചിട്ടില്ല, അവിടെ എല്ലാം ചെയ്തത് ഹമാസ് ആണെന്ന് പറയാൻ വരെ അദ്ദേഹം മടിക്കില്ല. ഓക്കെ, എന്തായാലും താങ്ക് യു ഫോർ ദാറ്റ് വീഡിയോ. അതവിടെ നിൽക്കട്ടെ. അതിൽ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഇമോഷണലി കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പോയാൽ നമുക്ക് അതിനെ നേരം കാണാം. അയ്യോ കുട്ടികൾ ചാവുന്നു, മരിക്കുന്നു. ഇതല്ലല്ലോ അതിന്റെ പണി. ഇതിന്റെ പിന്നിൽ ഈ പറയുന്ന സംഗതികളിൽ എന്താണ് വസ്തുത, ഇതല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത്. അത് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ചെയ്താൽ മതി. പക്ഷെ ഇപ്പൊ നേരത്തെ ഷെയർ ചെയ്ത സാധനം, അപ്പോ ആ IPC റിപ്പോർട്ട് വായിച്ച് അതിനകത്തുള്ള കുഴപ്പങ്ങൾ എന്താണെന്ന് പറയാം. അല്ലാതെ വെറുതെ അത് ഹമാസിന്റെ ഡാറ്റയാണ് അതുകൊണ്ട് എടുക്കില്ല, ഇങ്ങനെയൊന്നും അല്ല നമ്മൾ അതിന് എടുക്കാത്തത്. നമ്മളെ പ്രശ്നം സിവിലിയൻസ് നേരിടുന്ന വിഷയമാണ്. അത് 2 സൈഡിലും ഉണ്ട് സിവിലിയൻസ്. അവര് നേരിടുന്ന വിഷയത്തിൽ ഇൻക്ലൂഡിങ് ഹോസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ അത് അഡ്രസ് ചെയ്യാൻ എന്താണ് വഴി, ഇതാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഈ പറയുന്ന UN ആയാലും UNRWA ആയാലും IPC ആയാലും FAO ആയാലും ഒരു ബോഡി പോലും ഇതിനകത്ത് ഒരു കാര്യം ചെയ്തില്ല. ഇപ്പൊ ഈ റിപ്പോർട്ടിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ക്ലിനിക്കൽ റിസർച്ചിലാണ്. നമ്മൾ മെഡിക്കൽ റിസർച്ചിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും എഴുതി അങ്ങ് പബ്ലിഷ് ചെയ്താലൊന്നും ആരും എടുക്കില്ല. അതിനൊരു പിയർ റിവ്യൂവിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് അസസ് ചെയ്യുക. ഈ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇതിന്റെ ഡാറ്റ എന്ന് പറയുന്നത് പൊട്ടിപ്പൊളിഞ്ഞ സാധനമാണ്. ഇപ്പൊ ഞാൻ ഈ വെല്ലുവിളി വെക്കുമ്പോ എന്തുകൊണ്ടാണ് ഇതാരും എടുത്തോണ്ട് വരാത്തത്? എല്ലാവരും ഇട്ടുകൊണ്ട് തന്ന സാധനം ഒരു ആംനസ്റ്റിയുടെ റിപ്പോർട്ടാണ്. അതിന്റെയൊക്കെ പൊള്ളത്തരം എന്താന്നുള്ളത് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്നാണ് അത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഡാറ്റ ഇല്ലാതെ നമ്മൾ അതിനകത്ത് നമുക്കനുസരിച്ചിട്ട് കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ട് ഇല്ലാത്ത ഡാറ്റ വെച്ച് കൺക്ലൂഷൻസ് ഉണ്ടാക്കുക, ഹേസ്റ്റി ജനറലൈസേഷൻ. ഇതാണ് അവിടെ നടക്കുന്നത്. ഇത് വെച്ചിട്ട് എങ്ങനെയാ കാര്യങ്ങൾ പറയാ? അപ്പൊ പ്രശ്നം എന്താണ്? ഇത് പ്രശ്നം യഥാർത്ഥത്തിൽ സോൾവ് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാതെ അത് മുന്നോട്ട് പോകുന്നു. ഇതാണ് സംഭവിക്കുക. അതിൽ അഫക്റ്റഡ് ആവുന്ന ആരാണ്? ഈ പറയുന്ന ഹോസ്റ്റേജസ്, ഈ പറയുന്ന ഗാസൻ ജനത, ഇവരാണ് അതിൽ അഫക്റ്റഡ് ആവുന്നത്. അവിടെ നടക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാല് നോർത്തേൺ ഗാസ, ഈ റിപ്പോർട്ട് തന്നെ വായിക്കുക, IPCയിലെ റിപ്പോർട്ട് തന്നെ വായിക്കുക. അതായത് നോർത്തേൺ ഗാസയും അതുപോലെ തന്നെ ഗാസ സിറ്റിയും, അവിടെ രണ്ടിടത്തും പ്രശ്നമില്ല. അവിടെ റെസ്റ്റോറൻറ്റ്സ് റൺ ചെയ്യുന്നു, അവിടെ ആളുകൾ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ എഴുതി വെക്കുന്നത്. അതേപോലെ തന്നെ ഈ റാഫ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയും ആളുകൾ കൂടുതൽ ഈ പറയുന്ന എയ്ഡ് ലഭിച്ചുകൊണ്ട് അവിടെ ജീവിക്കുന്നു. ഇതിന്റെ ഇടയിലുള്ള ഭാഗത്ത് ഇപ്പോഴും ഈ ലൂട്ട് ചെയ്യുന്ന ആളുകളും ഹമാസും പോലെയുള്ള ആളുകളും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് അവിടുത്തെ യാഥാർത്ഥ്യം. ഇത് ഈ റിപ്പോർട്ടിലടക്കം പറയുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഈ തലക്കെട്ട് കണ്ടിട്ട് ഇമോഷണലി ഇതായിട്ട് കുട്ടികളുടെ ചിത്രം വെച്ചുകൊണ്ടൊക്കെ നിങ്ങൾ മൂവ്ഡ് ആവുന്ന പോലെ നമ്മളും ഒരു 4-5 ചിത്രം വെച്ചിട്ട് മൂവ്ഡ് ആയി എന്ന് തെറ്റിദ്ധരിക്കുന്നതിനോട് അതാണ് ഇതിലെ പ്രശ്നം. നമ്മൾ അങ്ങനെയല്ല അതിനെ കാണുന്നത്. നിങ്ങൾ കാണുന്ന പോലെയാണ് നമ്മൾ കാണുന്നതെന്നുള്ള നിങ്ങളെ തെറ്റിദ്ധാരണയാണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ സമയമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് വായിക്കുക. എന്താണ് ഈ റിപ്പോർട്ടിലെ പ്രശ്നം എന്നുള്ളത് അക്കമിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് സൗകര്യം ഉണ്ടെങ്കിൽ വായിക്കാം. ഇങ്ങനെയാണ് അത് കാര്യങ്ങൾ മനസ്സിലാക്കല്.
കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു താല്പര്യമില്ല എന്നാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ചെയ്ത് ഇതുപോലെ സമയം കളയുന്നതിനേക്കാളും മുന്നേ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങളുടെ മനസ്സിലാക്കലുകൾ വെച്ച് ഒരു മനുഷ്യനല്ല അല്ലെങ്കിൽ സംഖ്യയാണ് എന്ന് വരെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെല്ലാം വെച്ചിട്ടാണോ നിങ്ങളത് പറഞ്ഞത് ആ തെളിവ് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് അവിടെ ജനോസൈഡ് നടക്കുന്നുണ്ട് നിങ്ങളുടെ തെളിയിക്കുക. ഇതൊരു സ്പെഷ്യൽ ഓഫറാണ്, വഫ ഹുസൈനുള്ള ഒരു സ്പെഷ്യൽ ഓഫർ. നിങ്ങളത് തെളിയിച്ചാൽ 5 ലക്ഷം റൊക്കം അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് തരും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് ഒന്നുകൂടി ഇവിടെ ആവർത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാലോ. അപ്പോൾ തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ അത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ പേരിൽ നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോടാ താൻ എന്ന ചോദ്യമായിട്ട് വന്നാൽ ആ പരിപ്പ് ഇവിടെ വേവില്ല. ഇതൊക്കെ ഈ കുളമൊക്കെ കുറെ ചാടിയതാണ്. അപ്പൊ അതുകൊണ്ട് അതിവിടെ എടുക്കാൻ മാട്ടെ. അപ്പോൾ നിങ്ങൾ ഈ പണി ചെയ്യുക, തെളിവുകൾ കൊണ്ടുവരാം. അത് നിങ്ങൾക്ക് ഏറ്റവും മിനിമം, നിങ്ങൾ പല ആളുകളും പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതെങ്കിലും പൊക്കിക്കൊണ്ടുപോവാ. നിങ്ങൾ സ്വന്തമായിട്ട് കുഴിച്ചെടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വേറെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ കൊണ്ടുപോവാ. എന്താ അത് കൊണ്ടുവരാൻ പറ്റാത്തത്? ആ തെളിവ് കൈ വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ബാക്കിയുള്ള ആളുകളെ പറ്റിക്കുന്നത്? അപ്പോൾ ആ തെളിവ് അങ്ങ് വെച്ച് എൻ്റെ അണ്ണാക്കിലേക്ക് ഇട്ട് തന്ന് എന്നെ അങ്ങ് ഉത്തരം മുട്ടിച്ചാൽ ആ 5 ലക്ഷം വാങ്ങിച്ച് അങ്ങ് പോയാൽ അതല്ലേ ഇതിലേറ്റവും വലിയ ഒരു തോൽവിയായിട്ട് എനിക്ക് കാണേണ്ടി വരിക, അല്ലെങ്കിൽ നാട്ടുകാർക്ക് കാണുക. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. അതെന്താ ചെയ്യാത്തത്? ഇനി ഇത്ര മടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കെങ്കിലും അയച്ചതാ, അതെന്താ ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ തെളിവുകൾ എനിക്ക് കൊണ്ടുതന്ന് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഇട്ടുകൊണ്ട് എന്നെ ഉത്തരം മുട്ടിക്കുന്നു. അതാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ദാറ്റ് വീഡിയോ ആൻഡ് ബെസ്റ്റ് വിഷസ്.